അപ്പോൾ നമ്മൾ സിനിമയെ പറ്റിയുള്ള ഒരുപാട് വാചാലമായി, നിങ്ങളെ പറ്റിയും പറഞ്ഞു. നമ്മൾ ബിജുവേട്ടനെ പറ്റിയിട്ട് രണ്ടു വാക്ക് ചോദിക്കുന്ന കേൽബ്രോ ബിജു വൃത്തിക്ക് എന്ന ചാനലിലെ ബിജുവേട്ടനും നിങ്ങൾ തമ്മിലുള്ള ബന്ധവും പിന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളെ ഈ പടത്തിനുണ്ടായ സപ്പോർട്ടും എല്ലാം ഒന്ന് പറയാൻ പറ്റുമോ? പ്രണയമഴയുടെ നൂലിനറ്റം പട്ടമായി ഞാൻ പാറി പാറി, പ്രണയമഴയുടെ നൂലിനറ്റം പട്ടമായി ഞാൻ പാറി പാറി കണ്ടതില്ല. ആ മാല തീർക്കുന്ന പറഞ്ഞോ ഒരു കാര്യം കൂടി ചോദിക്കാൻ വേണ്ടി. മാല തീർക്കാൻ വേണ്ടിട്ട് ഇതുവരെ ആരെങ്കിലും സെറ്റാക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല, ആരും സെറ്റാക്കിയിട്ടില്ല. അല്ല, നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും മൊത്തം ഇങ്ങനെ തിളങ്ങി നിന്നിട്ടും നിങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് പോലും ആരോ ഭാഗത്തുനിന്ന് വന്നിട്ട്. വേറെ ഈ നമ്മുടെ ബിജുവേട്ടന്റെ വീഡിയോസിലും ഷോർട്സിലും നിങ്ങൾ അഭിനയിക്കലുണ്ടല്ലോ, ആ കവിയച്ചീനെ വാഴന്റെ ഉള്ളിൽ നിന്നെല്ലാം കുത്തുന്നാട്ട് ഞാൻ വെച്ച് പഠിച്ചവൻ എന്തെല്ലാം മുട്ട് മടക്കിയിട്ടെല്ലാം ഇതേ. അപ്പൊ ഈ പുറത്ത് എവിടെയെങ്കിലും നിങ്ങൾ ബിജുവേട്ടന്റെ ഓടിയോ അല്ല ഒറ്റക്കെല്ലാം പോകുമ്പോൾ തിരിച്ചറിയലുണ്ട് ആൾക്കാർ പുറത്തുനിന്ന്? ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജിസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് പാവന്നൂർ കടവാണ് കേട്ടോ. പാവന്നൂർ കടവ് പാലത്തിലുള്ള അതിമനോഹരമായ പാവന്നൂർ കടവ് പാലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്ററും ആയ ഒരു വ്യക്തിയെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇതിനു മുന്നേ നമ്മൾ 2-3 ആൾക്കാരെ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരെ പരിചയപ്പെടാൻ വന്നിട്ടുണ്ട്. ഇത് സംവിധായകനാണ്. അപ്പോൾ നമുക്ക് നേരെ അദ്ദേഹത്തെ പോയി കാണാം. നമസ്കാരം. നമസ്കാരം. എന്തെല്ലാം അതിൻ്റെ വിശേഷം? എന്താണ് ഇപ്പോൾ അവസ്ഥ? നിങ്ങളെ മനസ്സിൽ തോന്നുന്ന ഒരു ഈ സിനിമയൊക്കെ എടുത്ത് റിലീസാകാൻ വേണ്ടി നിൽക്കുന്നു, എന്തായാലും മനസ്സിൽ തോന്നുന്ന കാര്യം എന്താ? നമുക്ക് ഈ നമ്മളെ വൈഫ് പ്രഗ്നന്റ് ആയിട്ടാകുമ്പോൾ കുട്ടി ആണോ പെണ്ണോ കുട്ടി വരാൻ വേണ്ടി കാത്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണല്ലേ? സന്തോഷമാണ്. പക്ഷെങ്കിൽ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇതുണ്ടാവല്ലോ, നമ്മളെ അപ്പോഴത്തേക്കാവും ഇപ്പോഴത്തേക്ക് ഇറങ്ങാൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ളത്. പേര് ഞാൻ ഇത്ര സമയമായിട്ട് പറഞ്ഞില്ല. പേരെന്തായിരുന്നു? പേര് അക്ഷയ് എന്നാണ് പേര്. അക്ഷയ് കാപ്പാടെന്നാണ് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന പേര്. പിന്നെ ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ പിന്നെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞത്. അപ്പോൾ വർക്ക്ഷോപ്പിൽ പണിയെടുത്തു. എൻ്റെ കൂടെ സെയിൽസ്, പിന്നെ എനിക്ക് സംസാരിക്കാനാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ അങ്ങനെ സെയിൽസിലേക്ക് കൈക്കേറിയ ഒരു ആക്സിഡന്റ് വന്നേരം സെയിൽസിലേക്ക് ആടി. സെയിൽസാണ് ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം ഉപേക്ഷിച്ചു, ജോലിയെല്ലാം ഉപേക്ഷിച്ചു, സിനിമ ചെയ്തു. അതിന് ശേഷം ഇപ്പോൾ സിനിമേൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിട്ടുള്ളൂ. സിനിമക്കാരനാവാൻ വേണ്ടി കേട്ടോ. പിന്നെ അതേപോലെ ബിജുവേട്ടൻ്റെ കൂടെ ഇപ്പം ബിജുവേട്ടൻ്റെ കൂടെ എല്ലാവരും നമ്മൾ കാണലുണ്ട്. അത് തന്നെ, പിന്നെ ബാക്കി ടൈം അത് തന്നെ പരിപാടി. അങ്ങനെ അങ്ങ് പോകുന്നുണ്ട്. വീട്ടിലപ്പോൾ ആരൊക്കെയാണുള്ളത്? വീട്ടിൽ അച്ഛൻ, അമ്മ, ഏട്ടൻ, ഏട്ടൻ്റെ വൈഫ്, കുട്ടി, ഇത്രയും ആൾക്കാരുള്ള ചെറിയ കുടുംബം. വലിയ കുടുംബം. അങ്ങനെയാണ് കാര്യങ്ങൾ. അച്ഛനും അമ്മയെല്ലാം എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? അമ്മ കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ട്. അച്ഛൻ നാടൻ പണി ഇതെല്ലാം. ഏട്ടൻ കെൽട്രോണിലാണ് മാങ്ങാട്ടുപറമ്പ്. ചേച്ചി ഒന്നുമില്ല, ചെറിയ മോനുള്ളതുകൊണ്ട് PSC കാര്യങ്ങളെല്ലാം ചെയ്തു. മോൻ ചെറുത്, പിന്നെ ഇങ്ങനെ ഞാനും മോനും കൂടി അങ്ങനെ സിനിമയെല്ലാം എടുത്തെന്നല്ല പറഞ്ഞത്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുന്നേ സ്കൂളിൽ പഠിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആ സമയത്തല്ല ഇതിൻ്റെ എന്തെങ്കിലും ഒരു ഇത് കാണിച്ചിരുന്നോ? ഇല്ല, ഞാൻ ഒന്നാമെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെറിയ കുട്ടിക്കാലം മുതലേ നമ്മളെ നാട്ടും പ്രദേശത്തുള്ള കോമഡി സ്കിറ്റ്, നാടകം, അങ്ങനെയെല്ലാം കൊമാല നാടകമില്ലേ, അതിനകത്തെല്ലാം ഞാൻ ചെറിയ ആക്ടറായിട്ടെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ സ്കൂൾ തലത്തിലേക്ക് വരുമ്പോൾ മറ്റേ നമ്മൾ പൊതുവെ പറയുന്നതൊക്കെ കുറച്ച് ഇൻട്രോവേർട്ട് ആയിരുന്നു. ഇങ്ങനത്തെ പരിപാടിയെല്ലാം എന്തെങ്കിലും ക്ലാസ് ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ സ്പോർട്സിന് പോകുന്നല്ലാണ്ട് ഈ ഇങ്ങനത്തെ പരിപാടികൾക്ക് ഞാൻ കൂടില്ല പൊതുവെ. അപ്പോൾ സ്കൂളുകാർ താല്പര്യമാണ്, പക്ഷേ ഞാൻ ഒന്നിനും കൂടിയില്ല. അഭിനയിക്കാനോ അല്ലെങ്കിൽ എഴുത്ത് ഇല്ല? എഴുത്ത് അന്നേരം ഇല്ല. ഞാൻ പിന്നെ അഭിനയിക്കാനാണ് താല്പര്യം. അഭിനയമാണ് നമുക്കിങ്ങനെ ചെറിയ ചെറിയ കോമഡികൾ, തമാശകൾ പറയല്ലേ, ഇങ്ങനെ ഇങ്ങനെ ചങ്ങായിമാരെല്ലാം ചിരിപ്പിക്കുക എന്തെങ്കിലും പറഞ്ഞിട്ട് എന്നുള്ളത് ഒരു ഹോബി, ഒരു രസമാണ്. പിന്നെ നിങ്ങൾ ഈ രംഗത്തേക്ക് വന്നു, ഇത് വീട്ടിൽ നിന്ന് ആരെങ്കിലും പിന്നെ ഇതുപോലെ എന്താ പറയുക പാരമ്പര്യമായിട്ട് എന്തെങ്കിലും കഴിവ് കിട്ടിയിട്ടുണ്ടോ? പാരമ്പര്യം ബ്ലഡിലുണ്ടോ നടക്കാല്ലേ. നമുക്ക് നമ്മൾ ചെറുപ്പം മുതലേ ഞാൻ കണ്ടുവരുന്ന നമ്മളെ നാട് പറഞ്ഞ പാവന്നൂര് പിന്നെ ഒരു കലാസമിതി ഉണ്ട്, നവോദയ കലാസമിതി നാട്ടിൽ. അപ്പോൾ അതിലൂടെ നമ്മളെ നാട്ടിലുള്ള എല്ലാവരും കലാകാരന്മാരുടെയാണ്. എന്തെങ്കിലും എന്തെങ്കിലും ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു നാടകത്തിൽ അഭിനയിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ ഒപ്പനയെല്ലാം കളിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതേപോലെ നമ്മളെ നാട്ടിലെ എല്ലാവരും കലാകാരന്മാരുടെയാണ്.
എന്തെങ്കിലും ഒരു ഉണ്ടാവും. അപ്പോൾ അതേപോലെ എൻ്റെ പിന്നെ അച്ഛൻ ചെറുപ്പത്തിൽ നാടകം കളിക്കുന്നത് ഞാൻ പുറത്തിരുന്നിട്ട് കണ്ടിട്ട് വളർന്നതാണ്. പിന്നെ അമ്മയായാലും പാട്ട് പാടും. അപ്പോൾ ഏട്ടനും സംഗീതം പഠിച്ചിട്ടുണ്ട്, ഏട്ടനും പാട്ട് പാടും. അങ്ങനെ ഒരു കുടുംബപരമായ കലാകുടുംബം തന്നെയാണ്. അതുകൊണ്ട് നമ്മളിത് പറഞ്ഞു മനസ്സിലാക്കുമോ ഒന്നും വേണ്ട, ഞാൻ ഇന്നതാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എന്നാ പിന്നെ അതെന്തിനാ അങ്ങനെ അങ്ങനത്തെ ചോദ്യമോ പറച്ചിലുകളോ ഒന്നും ഇല്ല. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവരെയും നല്ല രീതിയിലുള്ള സപ്പോർട്ടിങ് കിട്ടുന്നുണ്ടാവും അല്ലേ? വീട്ടിൽ നമ്മളിപ്പോൾ സിനിമക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പൊതുവേ അറിയാം, സിനിമക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ ആദ്യത്തെ സിനിമ അല്ലെങ്കിൽ അതിലൊന്നും വരുമാനങ്ങളോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല നമുക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വർഷമായിട്ട് ഈ ഒരു വർഷമായി സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്, പിന്നെ ഒരു വർഷമായി അതിന് ബാക്കിയുള്ള പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്തെല്ലാം വീട്ടിൽ നിന്ന് നമ്മൾ ഇതുവരെയും അങ്ങനെ ഒരു പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ സപ്പോർട്ട് തന്നെയാണ്, അത് ഇറങ്ങിക്കാണണം എന്നുള്ളൊരു നമ്മളെപ്പോലെ തന്നെ ആഗ്രഹിച്ചു. പിന്നെ എന്തെന്നായാലും നമ്മളെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത്രയും പ്രാധാന്യം അറിയാം. അതില്ലേ പിന്നെ നമ്മൾ പോയില്ലേ, എങ്ങോട്ട് തിരിയണം ചെയ്യാനും പറ്റില്ല നമുക്ക്. അവരെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സ് നിറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞോട്ടെ നിൽക്കുമ്പോൾ അത്. അപ്പോൾ എനിക്ക് പറയാനുള്ള വെച്ചാൽ നമ്മളെ ഇങ്ങനെ എന്തെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലും താല്പര്യമുള്ള ഈ സമയത്ത് പറയാൻ വേണ്ടി പറ്റാൻ പറയുന്നത്. വീട്ടുകാർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കുട്ടികൾക്കോ മക്കൾക്കോ ഉണ്ടെങ്കിൽ അതൊന്ന് വീട്ടുകാരെ പ്രോത്സാഹിപ്പിക്കണം. എന്നാലേ നമുക്കും ഒരു ടെൻഷൻ ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. എന്ന് വെച്ചാൽ ഇപ്പം പണ്ടത്തെ കാലത്തെ പോലെ ജോലി ചെയ്തിട്ട് തന്നെ ഒരു ജീവിതം കെട്ടിപ്പടുക്കുക എന്നുള്ളതില്ല. ഇപ്പോൾ ഒരുപാട് നമ്മൾ കാലം മാറിയതിൻ്റെ അടുത്തില്ലേ, ഒരുപാട് കാര്യം എന്ത് ചെയ്താലും നമുക്ക് സക്സസ് ആകാൻ പറ്റും. അപ്പോൾ അതിലൊരു സപ്പോർട്ട് ചെയ്യും. നമ്മളെ ഹാർഡ് വർക്കാണ് അതിൻ്റെ മുഖ്യമായ ഘടകം അല്ലേ? വീഡിയോയിൽ പാട്ടെല്ലാം പാടുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കുറേ പാരമ്പര്യമായിട്ടെല്ലാം കിട്ടിയെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു പാട്ട് പാടിത്തരാൻ പറ്റുമോ? പാട്ട് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, സാറല്ല. പക്ഷെ നിങ്ങൾ നല്ലോണം പാടുന്നുണ്ട്, ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. പാടുമ്പോൾ നല്ല രസം ഉണ്ടായിട്ടുണ്ട്. പാട്ട് പാടാൻ പെട്ടെന്ന് പറയുമ്പോൾ അറിയാം, ഒറ്റ പാട്ട് ഓർമ്മ അതിൻ്റെ വരിയായിട്ട്. ഞാനൊരു ഗസല്, റാസ ബീഗത്തിൻ്റെ ഒരു ഗസലും അങ്ങനത്തെ എല്ലാം എനിക്ക് ഭയങ്കര താല്പര്യം. അപ്പോൾ അതിൻ്റെ ഒരു 4 വരി പാട്ട് പാടാം. 2 വരി എല്ലാവരും പറയില്ല, ഞാൻ 4 പ്രണയമഴയുടെ നൂലിനറ്റം പട്ടമായി ഞാൻ പാറി പാറി, പ്രണയമഴയുടെ നൂലിനറ്റം പട്ടമായി ഞാൻ പാറി പാറി, കണ്ടതില്ല നിന്നെയല്ലാതൊന്നുമീ പ്രപഞ്ചത്തിൽ, ഒന്നുമീ പ്രപഞ്ചത്തിൽ. ഓമലാളെ നിന്നെയോർത്ത് കാത്തിരിപ്പിൻ സൂചിമുനയിൽ മമക്കിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്തു, ഞാൻ നിനക്കൊരു മാല തീർത്തു. അടിപൊളിയായിട്ടുണ്ട്. ആ മാല തീർക്കുന്ന പറഞ്ഞോ ഒരു കാര്യം കൂടി ചോദിക്കാൻ വേണ്ടി. മാല തീർക്കാൻ വേണ്ടിട്ട് ഇതുവരെ ആരെങ്കിലും സെറ്റാക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല, ആരും സെറ്റാക്കിയിട്ടില്ല. അല്ല, നിങ്ങൾ ഈ ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും മൊത്തം ഇങ്ങനെ തിളങ്ങി നിന്നിട്ടും നിങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് പോലും ആരോ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല? അല്ല, ഉണ്ട്, അങ്ങനെ വരുത്തുണ്ട്, എന്നോട് ചോദിക്കലും ഉണ്ട്. പിന്നെ ചില ആൾ ചോദിക്കുന്നത് ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും കമ്മിറ്റഡ് ആണോ എന്ന് ചോദിക്കുന്നത്. പിന്നെ എല്ലാ സത്യങ്ങളും പറയാനും പാടില്ല. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഇല്ല നിലവിൽ അങ്ങനെ മാല. എന്നാലും പിന്നെ റിക്വസ്റ്റ് ഒരുപാട് വരുന്നുണ്ട്. ഇങ്ങനെ ചോദിക്കില്ല, അതിന്റെ ടെക്നിക് കൂടി എനിക്കൊന്ന് പറഞ്ഞു. ചോദിക്കേണ്ടതോ അല്ല ചോദിക്കേണ്ടതല്ല, ഇങ്ങനെ റിക്വസ്റ്റ് വരുത്തേണ്ടതല്ലേ നമ്മളെ കൊണ്ട് കാര്യം. അതിപ്പോ എല്ലാവർക്കും ഇപ്പം നമ്മളെ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഇഷ്ടമായിരിക്കും. നമ്മളെ പേഴ്സണലി അറിയുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും കൂടുതൽ എടുക്കുമ്പോൾ അത്രത്തോളം ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. അങ്ങനെ തന്നെയാണല്ലോ എന്തായാലും. പക്ഷേങ്കിൽ പേഴ്സണലി അടുക്കുമ്പോൾ എന്താവും നമുക്കിപ്പോൾ പ്രവചിക്കാൻ പറ്റും. പക്ഷെ പേഴ്സണലി ഞാൻ നല്ലൊരു വ്യക്തിയാണ്. നല്ലൊരു എൻ്റെ മറ്റേ പൃഥ്വിരാജ് പറഞ്ഞ പൃഥ്വിരാജല്ല, നമ്മളെ നിവിൻ പോളി പറഞ്ഞ പോലെ എൻ്റെ ഈ ബോഡി എൻ്റെ എല്ലാം സൂപ്പറാ. ഒന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടാ, അല്ലേ? ആരും ഒന്നുകൊണ്ട് പേടിക്കണ്ട. അപ്പൊ വേറെ ആരും ഇല്ല, കമ്മിറ്റഡ് അല്ല. അപ്പൊ എല്ലാരും വഴിയായി വന്നോളൂ. വഴിയായി വന്നിട്ടായില്ലോ, നമുക്ക് എല്ലാവരും ഒരു നിമിത്തമുണ്ട്, എല്ലാം അങ്ങനെയുണ്ടല്ലോ. പിന്നെ നിങ്ങള് സിനിമ സംവിധാനം ചെയ്തു എന്ന് പറഞ്ഞു. സിനിമ സംവിധാനം ചെയ്യുന്നതിലേക്ക് ആദ്യമായിട്ട് പിന്നെ ഈ ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സംവിധാനം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ? ഞാൻ ഏകദേശം 4-5 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ ഒരു വെബ് സീരീസ് ഏകദേശം 4 എപ്പിസോഡിലെ ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാനും ബിജുവാട്ടനും തന്നെയാണ്
ചെറുപ്പത്തിൽ അതിന്റെ ഒരുമിച്ചിട്ട്. അപ്പോൾ ഞാൻ ബിജുവാട്ടനും കൂടി ഒരു സേവ് വാട്ടർ സേവ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് അയക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ഫെസ്റ്റിവലിന് അയക്കാൻ വേണ്ടിയിട്ട് അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് ഷോർട്ട് ഫിലിം. പിന്നെ അതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ചെയ്യും. അതേപോലെ തന്നെ പിന്നെ അതിന് ശേഷം യൂട്യൂബ് തുടങ്ങിയ പിന്നെ ബിജുവാട്ടൻ ഇങ്ങനെ ഓരോ ദിവസം നമ്മളിങ്ങനെ ഓരോ സാധനം പറയും ചെയ്യും, അങ്ങനെ വന്ന് ഞാൻ സിനിമയിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ പിന്നെ ആദ്യം ചെയ്ത ഷോർട്ട് ഫിലിമെല്ലാം നല്ല ഇല്ല, അതെല്ലാം നമുക്ക് നൂറാള് കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ഹാപ്പി ആവും. നമുക്ക് എന്ന് വെച്ചാൽ 100 ആള് നമ്മളെ പരിപാടി കാണാം. നമ്മളിപ്പോൾ സ്റ്റേജിൽ കയറിയിട്ട് നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ കോമഡി സ്കിറ്റും ഓണപരിപാടി വാർഷികത്തിനെല്ലാം കോമഡി സ്കിറ്റ് നാടകമെല്ലാം കാണുന്ന. അപ്പൊ നമുക്ക് പേടിയോ അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ ഈ ആൾക്കാരുടെ മുമ്പിൽ ഞാൻ അധികം മോളായിട്ടാണ് ഉണ്ടാവുക, ബിജുയുടെ അമ്മയായിട്ടും. അപ്പൊ നമുക്ക് ചുരിദാറും സാരിയും ബ്ലൗസും എല്ലാം ഇട്ടിട്ട് നമുക്ക് ശീലമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ നാണക്കേട് കലാകാരന്മാർക്ക് ഒന്നുമില്ല. അതിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എന്തും ഇപ്പൊ ഡയറക്ടർ, നിങ്ങളിപ്പം ഡയറക്ടറാണ്, അപ്പൊ അഭിനയിക്കാൻ പോയതാണെങ്കിൽ ഡയറക്ടർ എന്ത് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യണം. നല്ല അതിനൊരു പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളെ ഈ ടീഷർട്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഫുള്ള് നരച്ചിട്ടല്ലേ? നരച്ചിട്ടൊന്നുമില്ല, പക്ഷെ നമുക്ക് നരച്ചൊന്നും കാണുന്നില്ല. അതായത് നിങ്ങൾ കണ്ടത് അല്ല, കൊറേ യൂസ് ചെയ്ത് ഇങ്ങനെ ആയതാ. ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. നല്ല ചേട്ടാ, നല്ല അടിപൊളി കോസ്റ്റ്യൂം സെൻസ്. ഞാൻ പല വീട് ഞാൻ കാണലുണ്ട്, നല്ല അടിപൊളി ഇതിനൊരു ഇതുണ്ട്. എന്നത് ഈ ഷർട്ട് ഇത് ഞാൻ ഒറ്റ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. എന്റെ കല്യാണത്തിന്റെ തലേന്ന് ഇട്ടിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി ഇട്ടിട്ട് അങ്ങനെ കഴിഞ്ഞ ശേഷം അലക്കിയിട്ട് ഷെൽഫിൽ മടക്കി വെച്ചാ ഈ മുണ്ടും ഈ ജുബിയും അതിന് ശേഷം ഇടുന്നതായിരുന്നു. പിന്നെ ഒരു ഡയറക്ടറെല്ലാം നമ്മൾ കാണാൻ വേണ്ടി വരുമ്പോ പിന്നെ ആ ഒരു കോസ്റ്റ്യൂമിൽ വരണ്ടേ, നല്ല അതിനൊരു നിങ്ങൾ അങ്ങനെയല്ല പറയാൻ പറ്റില്ല. കാരണം എന്താ പറയാ, നാളെ നിങ്ങൾ ആരായിത്തീരും നിങ്ങൾക്ക് ഇപ്പം പറയാൻ പറ്റുമോ, പ്രവചിക്കാൻ പറ്റുമോ? അല്ല, നമ്മൾ ആരായാലും നമ്മൾ നമ്മളായിട്ട് തന്നെ. നിങ്ങൾ തന്നെ, പക്ഷെ അല്ല ഡയറക്ടർ ചെയ്ത ഡയറക്ടറാണ്, സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്തോണ്ട് സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അതിൽ പിന്നെ വേറെ തർക്കമൊന്നുമില്ലല്ലോ. ഇല്ലല്ലോ. പിന്നെ വേറെ ഈ നമ്മളെ ബിജുവേട്ടന്റെ വീഡിയോസിലും ഷോർട്സിലും നിങ്ങൾ അഭിനയിക്കലുണ്ടല്ലോ. ആ കവിയച്ചിനെ വാഴന്റെ ഉള്ളിൽ നിന്നെല്ലാം കുത്തുന്നാട്ട് ഞാൻ വെച്ച് എന്ത് പഠിച്ചാൽ എന്തെല്ലാം മുട്ട് മറക്കിട്ടെല്ലാം. അപ്പൊ ഈ പുറത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബിജുവേട്ടന്റെ കൂടെയോ അല്ല ഒറ്റക്കെല്ലാം പോകുമ്പോ തിരിച്ചറിയലുണ്ട് ആൾക്കാർ പുറത്തുനിന്ന്? അന്ന കൂടുതലും കുട്ടികളാണ്, നമ്മളെ കുഞ്ഞു കുട്ടികളില്ലേ. അപ്പൊ നമ്മൾ ഈ ഷോർട്സിലെല്ലാം കൂടുതൽ വരുന്നുണ്ട്. കുട്ടികൾക്കും വയസ്സായവർക്കുമാണ് കൂടുതലും ഇഷ്ടം. അവർക്ക് വേഗം കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ വന്നിട്ട് അമ്മയോട് ഇങ്ങനെ ഇയാളെന്ന് പറയും. പക്ഷെ അമ്മക്ക് അറിയില്ല ചിലപ്പോ. അപ്പൊ ഇങ്ങനെ വന്നിട്ട് അമ്മേനെ തോണ്ടിട്ട് പറയും ഏട്ടാന്ന് പറയും. അപ്പൊ നമുക്ക് ചിരിച്ചിട്ട് നമുക്ക് എന്നാലും തിരിയും, കുട്ടികളെ നമ്മളെ നോക്കുന്നത്. അപ്പൊ നമ്മൾ ചിരിച്ചിട്ട് നമുക്കെന്ന് വെച്ചാൽ ഈ ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ ഒരു ജീവിതത്തിൽ ഇതുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തിരിച്ചറിയും. പിന്നെ ചില സമയത്ത് എന്നെല്ലാം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയാൽ അവരിങ്ങനെ നമ്മൾ നോക്കുന്നുണ്ടാവും. അപ്പോൾ പെൺകുട്ടികളായാലും ആരായാലും അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഉദാഹരണത്തിന് പെൺകുട്ടികൾ എടുക്കാം. അപ്പോൾ അവരിങ്ങനെ നമ്മളെ വെറുതെ ഇങ്ങനെ നോക്കും. അവർ വെറുതെ നോക്കുന്ന ഒരു കാര്യങ്ങളും. അപ്പോൾ ഞാൻ അവർക്ക് അന്നെ അറിഞ്ഞിട്ടാന്ന് വെച്ചിട്ട് ഞാൻ കൊണ്ട് ചിരിക്കും. ചിരിച്ചപാട് അവരെന്താ വിചാരിക്കുക, അവർക്ക് അന്നെ അറിയാൻ കൂടി ഉണ്ടാവില്ല ചിലപ്പോൾ. അവർക്ക് പുഷ്പിക്കുന്നുണ്ടല്ലോ മറ്റേ. പക്ഷേ അല്ല, അതേപോലെ അറിയുന്ന ആൾ ചിരിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, വേറെ ആരോടോ ചിരിക്കുന്ന വെച്ചിട്ട് ഞാൻ ഇതാക്കാണ്ട് പോയാൽ ആയിരിക്കും അവർ വിചാരിക്കും ഇവൻ വലിയ ജാഗ്രത. അല്ല, നിങ്ങള് ഇതെല്ലാം പറഞ്ഞ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങളെ ചിരി ഒരു ഹൈലൈറ്റ് ഉണ്ട് കേട്ടാ. ആ വീഡിയോയിലേ ഞാൻ ശ്രദ്ധിക്കില്ല, തമാശല്ല. ആള് മക്കറാക്കുന്ന പോലെ പറഞ്ഞാലും പക്ഷെ അത് ആ ചിരി കാണാൻ നല്ല രസമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് പണ്ട് ചിരിക്കാൻ വേണ്ടിട്ട് ഭയങ്കര മടിയാന്ന് വെച്ചാല് എന്റെ പല്ല് ലേശം ഇങ്ങനെ പൊന്തിയതായോണ്ട് എനിക്ക് ചിരിക്കാൻ ഭയങ്കര മടി. അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള ചിരിക്കും. പിന്നെ ഈ വീഡിയോയിൽ വന്നപ്പോൾ ഞാൻ ചിരിക്കാൻ തുടങ്ങിയ ആൾക്കാർക്ക് നമുക്കറിയില്ലല്ലോ, ആൾക്കാർക്ക് എന്നാ ഇഷ്ടപ്പെടുന്നതല്ല. അപ്പോൾ അവർ എൻ്റെ ചിരിയാണ് ഈ അമ്മമ്മ അങ്ങനെയല്ല, അമ്മമ്മമാർ വലിയമ്മമാരില്ലേ കുറച്ച് വയസ്സായ അവരെല്ലാം ഇങ്ങനെ ഇടയ്ക്ക് തന്നെ വിളിക്കും, ഫോണിൽ വിളിച്ചിട്ട് പറയും മോനെ ഇങ്ങനെ നിന്നെ കാണാൻ ഭയങ്കര രസമാണ്, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു അതിനകത്ത് നമുക്കങ്ങനെ വിളിക്കുമ്പോൾ ചില സമയം നമ്മൾ തിരക്കിലാണ്, നമുക്ക് സംസാരിക്കാൻ പറ്റില്ല നമ്മളെന്തെങ്കിലും. അപ്പോൾ അവരോട് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേങ്കിൽ ചില സമയത്ത് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് വരും. അപ്പോൾ അന്നേരം എനിക്ക് ഏറ്റവും ഹെർട്ടായ ഒരു ഇടുക്കിയിൽ നിന്ന് തന്നെ ഒരു അമ്മ വിളിച്ചിന്. അപ്പോൾ അവർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ് ഇങ്ങനെ എന്തെല്ലോ സംസാരിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു അക്ഷയ്ക്ക് ഏകദേശം ഒരു പിന്നെ 25-26 എല്ലാം വയസ്സല്ലേ ആയിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതേന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു എനക്കൊരു മോനുണ്ടായിരുന്നു, പിന്നെ എൻ്റെ സ്ഥലം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എവിടുന്നാന്ന്. എനിക്കൊരു മോനുണ്ടായിരുന്നു, അവൻ മരിച്ചുപോയി. അപ്പം ഇന്നുണ്ടെങ്കിൽ അക്ഷയിനെ പോലെ ആയിരിക്കും, കാണാനും ചിരിക്കുന്ന എല്ലാം കാണാൻ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പിന്നെ അങ്ങോട്ടേക്ക് നമുക്ക് അതെല്ലാം വെച്ച് കഴിഞ്ഞാലല്ലേ നമുക്ക് വേറൊരാൾക്ക് ഒരു മോനെ പോലെ എല്ലാം തോന്നുന്നു എന്ന് പറയുമ്പോൾ വലിയ അതെല്ലാം
നല്ലൊരു വലിയൊരു അതെ അതെ, നമുക്ക് വേറെ ഒന്നും കിട്ടുന്നതിനെക്കാട്ടിയും വലിയൊരു ഇതാണ്. ഞാൻ കുറേ ഇരുന്ന് സംസാരിച്ചു. നിങ്ങൾക്ക് തന്നെ തുടങ്ങിയായിരുന്നു മനസ്സിലായിണ്ടാവില്ല, ഞാൻ നോൺ സ്റ്റോപ്പ് ആകുന്നു. അല്ല എന്നാലും അവരെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അവരെ ഒരു മിനിറ്റ് സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ജീവിതത്തിൽ വലിയൊരു കാര്യം. നിങ്ങളെ സിനിമേന്റെ പേരൊന്ന് റിവീൽ ചെയ്യാൻ പറ്റും? ഓൾറെഡി നിങ്ങൾ റിവീൽ ചെയ്തു, പക്ഷെ നമ്മളെ കാണുന്ന പിന്നെ നമ്മളെ യൂട്യൂബ് ഫാമിലിയിലുള്ളവർക്ക് അറിയാൻ വേണ്ടിയില്ല. നമ്മളെ സിനിമ 2 പാർട്ടായിട്ടാണ് നമ്മൾ, കഥ വലിയ കഥയാണ്. അപ്പോൾ അതുകൊണ്ട് 2 പാർട്ട്, ഫസ്റ്റ് പാർട്ടാണ് നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് അലീന എന്നാണ് സിനിമയുടെ പേര്, അലീന ദ ബിഗിനിങ്. ഇനി കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് പാർട്ടിലേക്കും ആണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. അതാണ് പേര്. അപ്പോൾ ഇതിന്റെ കാസ്റ്റിങ്ങും കാര്യങ്ങളെല്ലാം എങ്ങനെയാണ്? എല്ലാം പുതിയ ആൾക്കാരാണോ? ആരെല്ലാം ഇതിൻ്റെ അഭിനയിച്ചത്? ഇത് എല്ലാം പുതിയ ആൾക്കാരാണ്. നമ്മൾ പിന്നെ ബിജുവാട്ടനുണ്ട്, കവിതേച്ചിയുണ്ട്, ഋത്തിക്കുണ്ട്, പിന്നെ ബാക്കിയെല്ലാം പുതിയ ആൾക്കാരാണ്. നമ്മൾ അങ്ങനെ ഒരു പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കും. ഞാനും പുതിയതായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പുതിയ ആൾക്കാർക്ക് നമുക്ക് കൂടുതൽ അവസരം കൊടുക്കാനുള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ പുതിയ ആൾക്കാരെ, വലിയൊരു കാര്യമാണ്. പിന്നെ എന്തായാലും ബിജുവാട്ടിനെയും കവിതേച്ചിനെയും പിന്നെ നമ്മളെ ഋത്തിക്കിനെല്ലാം അഭിനയിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല വിചാരിക്കും. അവർ ഓൾറെഡി ബാക്കിയുള്ള പുതിയ ആൾക്കാരെല്ലാം എന്തെങ്കിലും പിന്നെ ഇല്ല, അവരെല്ലാം ചെറിയ ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടും അങ്ങനെയെല്ലാം വർക്ക് ചെയ്തിട്ട് ഓൾറെഡി പരിചയമുള്ള. നമ്മളിപ്പം പാഷൻ ഉള്ളവരാണെങ്കിൽ, നമുക്ക് അഭിനയിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് എങ്ങനെയും അഭിനയിപ്പിച്ചെടുക്കാൻ പറ്റും. ഏത് രീതിയിലും നമുക്ക് അവർ പറയുന്ന അവരതിന് അഡ്ജസ്റ്റ് ആയിരിക്കും, അവർ ഫ്ലെക്സിബിൾ ആയിരിക്കും. താല്പര്യമില്ലാത്ത ആൾക്കാരെ നമ്മൾ എത്ര പരിശ്രമിച്ചാലും ആവില്ല. നമ്മളെ പടത്തിൽ വന്ന എല്ലാവരും താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞാൻ സംശയം ചോദിച്ചോട്ടെ, എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു അഭിനയിക്കാൻ, പക്ഷെ ഒന്നും അറിയില്ല. താല്പര്യം ഉണ്ടെങ്കിൽ ബാക്കി നമ്മൾ പഠിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടാൻ തയ്യാറാണല്ലോ. പാഷൻ എന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പാടാണ്. അതിന് വേറെ ഒന്ന് പാഷൻ എന്നുള്ള അതിന് നല്ല മിനിക്ക് പേര് പറയുന്നത് കഷ്ടപ്പാടാൻ തയ്യാറെന്നുള്ളതാണ് പാഷൻ. അപ്പോൾ അതുകൊണ്ട് തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് താല്പര്യമുള്ളതാണെങ്കിൽ ഷുവറായിട്ടും നമ്മളടുത്ത് എന്തായാലും ഞാൻ ഇതും കൊണ്ട് മുന്നോട്ടേക്ക് വന്ന പരിപാടി തീരുമാനം. അപ്പോൾ അതുകൊണ്ട് അടുത്തതിലേക്ക് ഞാൻ നന്നായിട്ട് നടക്കുന്ന അല്ല, എന്തായാലും നമുക്ക് നമ്മൾ ഇനി മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന നമ്മളെ കൂടെയുള്ളവരെല്ലാവരും കൂടെ നടക്കട്ടെ. പിന്നെ ഈ പുതിയ കാസ്റ്റിംഗ് ചെയ്തവരെല്ലാം നല്ല രീതിയിൽ അഭിനയിച്ചു എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ഫിലിം ഡയറക്ഷൻ ആദ്യമായിട്ട് ചെയ്യുന്നല്ലേ? അപ്പൊ അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? എനക്കറിയില്ല സിനിമ എങ്ങനെയാണ്. ഞാനൊരു സിനിമേൻ്റെ ലൊക്കേഷനിലുള്ള കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ടെങ്കിലും നമ്മൾ പിന്നെ എങ്ങനെയാന്ന് ഇതിൻ്റെ ബാക്കി പരിപാടികൾ എനിക്ക് അറിയില്ല. പക്ഷേങ്കിൽ സിനിമ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്, ഇന്നതാണ് ഇങ്ങനെയാണ് വേണ്ടതെന്നുള്ള എനിക്കറിയാം. പക്ഷേങ്കിൽ ഈ മുന്നേ ചെയ്തിട്ടില്ലല്ലോ. പക്ഷേ നമ്മളെ എൻ്റെ സിനിമയുടെ ക്യാമറ ചെയ്തത് ബിൻസീർ എന്ന് പറഞ്ഞിട്ട്, നമ്മൾ ഏകദേശം 2017 മുതൽ ഞാനും മൂപ്പരുമായിട്ട് കോൺടാക്റ്റ് ഉണ്ട്. സിനിമാറ്റിക്കറ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഒരു പ്രൊഡക്ഷൻ തുടങ്ങിയത് നമ്മളെപ്പോലുള്ള പുതിയ ആൾക്കാരെ സിനിമയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൂപ്പര് സിനിമ ഓൾറെഡി കുറേ സിനിമകളെല്ലാം ചെയ്തതാണ്. അസിസ്റ്റൻറ്റ് ക്യാമറ അസോസിയേറ്റ് അസിസ്റ്റൻ്റ് ചെയ്തതാണ്. ഡ്രോണ് പൃഥ്വിരാജ് മൈ സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ സിനിമയിലൊക്കെ ഡ്രോൺ ചെയ്തതാണ്. ഒമർ ലുലുവിൻ്റെ കൂടെ എല്ലാം പഠിപ്പിച്ച്. അപ്പോൾ മൂപ്പർക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട്. സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു പുതിയതായിട്ട് നമ്മൾ ഇന്നതാ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറമാൻ ആ സാധനം പെട്ടെന്ന് ക്യാച്ച് ആവും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വലിയ ഞാൻ ഈ കൂടുതൽ സിനിമാ താരങ്ങൾ ഇൻ്റർവ്യൂ കാണുന്ന. അപ്പോൾ അതിൻ്റെ തന്നെ ഇവർ പറയുന്നത് കഥ പറഞ്ഞത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നീ തന്നെ ഡയറക്റ്റ് ചെയ്തോ എന്ന് പറയലുണ്ട് ചില ആൾക്കാരോട്, പുതുമുഖങ്ങളോട്. അപ്പോൾ നമുക്ക് ഇന്നതാണ് കഥ വേണ്ടതെന്ന് നമുക്കറിയെങ്കിൽ നമുക്ക് തന്നെ അത് നല്ല ക്യാമറാമാനും ബാക്കി ക്രൂവും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ ഈ പ്രൊഡ്യൂസറെയൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കല്ല ഈ സിനിമ ചെയ്തത്. എൻ്റെ കൂടെ ഒരു കോ ഡയറക്ടർ ഉണ്ട്, സഞ്ജു കൃഷ്ണ എന്ന് പറഞ്ഞിട്ട്. മൂപ്പരാണ് ഇതിന്റെ പ്രൊഡ്യൂസറെല്ലാം സെറ്റാക്കിയിട്ട് വന്നത്. വടകര. അപ്പോൾ അവരുമായിട്ട് എങ്ങനെ നിങ്ങൾ ബന്ധം? അത് ഈ ബിൻസീർക്ക ത്രൂ ആണ് നമ്മൾ മൂപ്പർ അന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റോറി പറഞ്ഞു പ്രൊഡ്യൂസറോട്, നമ്മൾ ഈ പടത്തിന്റെ പ്രൊഡ്യൂസറോട് ആദ്യം നമ്മൾ ഒരു സ്റ്റോറി പറഞ്ഞു. അപ്പോൾ മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് നമ്മൾ പുതുമ എന്ന് പറയുന്നത് ഇല്ല എന്നുള്ളത് പറയല്ലോ. പിന്നെ നമ്മൾ രണ്ടാമത് പറയുന്നതാണ് അത് നമ്മളവിടെ വിട്ടു. ഇത് വേറെ തന്നെ പുതിയൊരു കഥ നമ്മൾ പറഞ്ഞു. അപ്പോൾ മൂപ്പർക്ക് അപ്പാട് ഇഷ്ടപ്പെട്ടു. നമ്മൾ പറഞ്ഞവരെല്ലാവരും ഇഷ്ടപ്പെട്ടു. നമ്മളങ്ങനെ വയനാട് നിന്നതിൻ്റെ മുഴുവൻ ഷൂട്ട്. അപ്പോൾ വയനാട് ഇപ്പോൾ ഒരു വലിയ ദുരന്തത്തിനെ വിവരിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ടും അത്രയും പ്രിയപ്പെട്ട നാട്ടുകാരാണ് വയനാട്ടിൽ. അവർക്ക് അത്രയും സ്നേഹമാണ്. നമ്മൾ എന്ത് കാര്യം അവരോട് അവതരിപ്പിച്ചാലും അപ്പോൾ അവർ കട്ടൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. മുഴുവൻ ആ പ്രദേശത്തുള്ള ആൾക്കാർ. അപ്പോൾ ആരാണ് കണ്ടുപിടിച്ചത്?
ലൊക്കേഷൻ ഞാനും സഞ്ജുവേട്ടനും കൂടി പോയിട്ടാണ് ലൊക്കേഷൻ വയനാട് പോയി. വയനാട് പിന്നെ ഒരുപാട് സ്ഥലം. വയനാട് ഇപ്പം വലിയ ദുരന്തം നടന്നു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു ഭാഗമെല്ലാം നമ്മൾ ഈ സിനിമയിൽ വരുന്നില്ല. ഇല്ല നമ്മളത് വേറെ തന്നെ ചെമ്പ്രക്കുന്ന് ആ സൈഡ് ഭാഗമാണ്. അത് ഭയങ്കര നമുക്ക് വയനാട്ടിലുള്ളവരെ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് അത്രയും സപ്പോർട്ട് തന്നവരാണ്. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് അതെ ഇപ്പം അത് പറഞ്ഞപ്പോഴാണ് പിന്നെ ഞാനൊരു വലിയൊരു കാര്യം മനസ്സിലിങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇപ്പം എന്തായാലും പറയുന്നില്ല. അതിന്റെ പൂർണ്ണതയിൽ എത്താൻ വേണ്ടി ചെറിയൊരു ശതമാനം കൂടി ബാക്കിയുള്ളൂ. അല്ല അതും കൂടി പറഞ്ഞപ്പോൾ ആണ് വിജയേട്ടൻ ഇങ്ങനെ എന്നോട് അതും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി പറഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ കൊണ്ടാകും നിങ്ങളെ കൊണ്ടാകുന്നത് മാക്സിമം എന്താ വെച്ചാൽ അതെ അത് ചെയ്യണം. അല്ലാണ്ട് നമ്മളിങ്ങനെ ഒരുപാട് പൈസയൊന്നും ഉണ്ടാക്കി വെച്ചതിനെ കൊണ്ട് ശരിക്കും കാര്യമില്ല. ഞാൻ കണ്ടെടുക്കാം നമ്മളെ ആവശ്യത്തിൽ കഴിഞ്ഞ പൈസ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു കടലാസിന്റെ വെറും ഒരു കടലാസിന്റെ വില മാത്രമേ ഉള്ളൂ ഞാൻ മനസ്സിലായി. പക്ഷെ ആവശ്യത്തിന് പൈസ തന്നെ വേണം. പൈസേന്റെ സ്ഥാനത്ത് പൈസ തന്നെ വേണം. അല്ല അത് നമ്മളിപ്പോൾ രാത്രി കിടന്ന പൈസക്കാരൻ ദരിദ്രനും ഭക്ഷണം കഴിക്കാനുള്ളവനും കഴിക്കാൻ എല്ലാവരും കൂടിയാണല്ലോ അന്ന് രാത്രി കിടന്നുറങ്ങിയത്. രാവിലെ അല്ല ഈ നമുക്ക് ആർക്കും ഒന്നും പറയാൻ അറിയുന്നില്ലല്ലോ. ഈ ആരൊക്കെയോ പറയുന്ന കേട്ടിട്ടുണ്ട് നമ്മൾ അടുത്ത് ഒരു ദിവസം കിടന്നുറങ്ങി അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റാല് ദൈവത്തിന്റെ ഒരു എഴുന്നേറ്റു എന്ന് പറയാം. അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ സിനിമേനെ പറ്റി നമ്മൾ കുറേ സംസാരിച്ചല്ലോ. ഈ സിനിമേന്റെ എന്ത് രീതിയിലുള്ള പടാണ്? ഫാമിലി ഓറിയന്റഡ് ആണോ അതോ അതൊന്നും പറയാൻ പറ്റുമോ? ത്രില്ലറാണ് സബ്ജക്റ്റ്. ഫാമിലി ആയിട്ടുള്ള ഒരു ത്രില്ലറാണ്. അപ്പോൾ ഒരു ചെറിയ കുട്ടിയിലൂടെ പോകുന്നൊരു കഥ. അതാണ് പേര് തന്നെ, അലീന എന്നുള്ള പേരാണ്. അപ്പോൾ വളരെ ഏത് കാലത്തും പിന്നെ പ്രസക്തിയുള്ളൊരു വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു ഒരു സിനിമ തന്നെയാണ്. ത്രില്ലറാണ്. ഒരു ഹൊറർ മൂഡ്, ഹൊററാണോ ത്രില്ലറാണോ എല്ലാം പടം കണ്ടിട്ട് നിങ്ങൾ പറയാം. നമ്മളതിനൊരു ജോണർ പറയുന്നില്ലേ. അപ്പോൾ ഇതിന്റെ റിലീസ് ഡേറ്റ് എല്ലാം തീരുമാനിച്ചില്ല. റിലീസ് ഡേറ്റ് ഉടനെ തന്നെ നമ്മൾ അനൗൺസ് ചെയ്യും. അപ്പോൾ അതിന്റെ അവസാന ഘട്ട ചർച്ചയിലുള്ളത്. എല്ലാം ഫുൾ ഫിനിഷ് ആണ്. നമ്മൾ ഏത് ഒ ടി കൺഫേം ആയിട്ടുണ്ട്. ഏതാണെന്ന് നമ്മൾ പറയുന്നില്ല. അനൗൺസ്മെന്റിന്റെ ടൈമിന് ടാക്കീസ് റിലീസ് നമ്മൾ ചെയ്യുന്നില്ല. അത് പിന്നെ എന്തുകൊണ്ട് അങ്ങനെ തീരുമാനിച്ചു? ആദ്യത്തെ പടം ആയതുകൊണ്ടാണോ? അല്ല അങ്ങനെയല്ല. നമ്മളിത് ഒരു ഒ ടി ടി ടീം നമ്മളോട് സമീപിച്ചിട്ടാണ് നമ്മളിന്ന് ഇറങ്ങുന്നത് സ്റ്റാർട്ടിങ്. പിന്നെ നമുക്കതൊരു പാതി വഴിയിലെത്തിയപ്പോൾ നമുക്കത് അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ചെറിയൊരു പ്രശ്നം കൊണ്ട് അത് നമുക്ക് ഡ്രോപ്പ് ആയി പോയി. പിന്നെ നമ്മൾ പുതിയൊരു ടീമിനെ കണ്ട് അവരുമായിട്ട് സംസാരിച്ചിട്ടാണ് ഇങ്ങനെ വരുന്നത്. നമുക്ക് ഇതിനെ ഇറങ്ങുമ്പോൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ നമുക്ക് എത്രത്തോളം അപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ട് ഈ വളരെ പെട്ടെന്ന് തന്നെ റിലീസ് ഉണ്ടാവും. ഒ ടി ടി ആയിരിക്കും റിലീസ്. സിനിമയെ പറ്റിയുള്ള ഒരുപാട് വാചാലമായി നിങ്ങളെ പറ്റിയും പറഞ്ഞു. നമ്മൾ ബിജുവേട്ടനെ പറ്റിച്ച് രണ്ട് വാക്ക് ചോദിക്കുന്ന കേൽബ്രോ ബിജു വൃത്തിക്ക് തന്നെ ചാനലിലെ ബിജുവേട്ടനും നിങ്ങൾ തമ്മിലുള്ള ബന്ധവും പിന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങളെ ഈ പടത്തിനുണ്ടായ സപ്പോർട്ടും എല്ലാം ഒന്ന് പറയാൻ പറ്റും? ബിജുവേട്ടന് ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിജുവേട്ടൻ എന്നെ എടുത്ത് നടന്ന ആളാണ്. അപ്പോൾ പിന്നെ റിലേഷൻ ഉണ്ട്. പിന്നെ റിലേറ്റീവ് ആണ്. പ്ലസ് അതിനെക്കാട്ടി അപ്പുറത്തേക്ക് നമ്മൾ സുഹൃത്തുക്കളാണ്. അതാണ് മെയിനായിട്ട് നമ്മൾ സുഹൃത്തുക്കളാണ്. ഇപ്പോൾ ആരായാലും സുഹൃത്ത് ബന്ധമല്ല. അച്ഛനായാലും ഏട്ടനായാലും എല്ലാം ഒരു സുഹൃത്ത് ബന്ധമാണ് ഏറ്റവും ദൃഢമായിട്ട് വേണ്ടത്. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ തമ്മിൽ. പിന്നെ ബിജുവേട്ടൻ്റെ സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിജുവേട്ടൻ നമ്മൾ ഈ കോമഡി സ്കിറ്റ്, നാടകം, മിക്സ് ബാലെ എന്നെല്ലാം പറയുന്നത് നമ്മൾ ആദ്യം മുതലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കിപ്പോൾ ഒരു കഥ തോന്നിയാൽ ഞാൻ ബിജുവേട്ടനോട് പോയിട്ട് പറയും ഇങ്ങോട്ട് ഇങ്ങനെ ഒരു കഥയുണ്ട്. അപ്പോൾ ഈ സിനിമേൻ്റെ ആയാലും കഥയെല്ലാം ബിജുവേട്ടനോട് നമ്മൾ ആൾറെഡി ഷെയർ ചെയ്യും. ബിജുവേട്ടൻ അദ്ദേഹത്തിന് ബിജുവേട്ടൻ്റെ കഥകൾ നമ്മളോട് ഷെയർ ചെയ്യും. അതിൻ്റെ അകത്ത് ഇപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ ബിജുവേട്ടൻ ഇങ്ങനെയാലും ചെയ്താൽ നന്നാവുമെന്ന് പറയും. ബിജുവേട്ടൻ്റെ ചെയ്യുന്നതിനകത്ത് നമ്മളെന്തെങ്കിലും നമ്മളെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും നമ്മളും ഇങ്ങനെ ചെയ്താൽ നന്നാവുന്നു. അതാണ് ബന്ധം. അപ്പോൾ നിങ്ങളെ ഈ പടത്തിലേക്ക് എത്തിയതിന് ബിജുവേട്ടൻ വേറെ എന്തെങ്കിലും പങ്കുവഹിച്ചിട്ടുണ്ടോ? അല്ല ബിജുവേട്ടൻ നമ്മളിപ്പോൾ അവസാന ഘട്ടത്തിൽ നമ്മൾ ഇതിനകത്ത് പിന്നെ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ബിജുവേട്ടൻ്റെ ഒരു ഹെൽപ്പ് അവസാന ഘട്ടത്തിൽ നമുക്ക് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ അതും കൂടി ആയപ്പോഴാണ് നമ്മളെ പടം ഫിനിഷ് ആയത്. നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മളൊരു കൂട്ടായിട്ടുള്ള ഇതിലാണ് നമ്മളെല്ലാം സക്സസ് ആവുക. നമ്മളിപ്പോൾ ഓൾറെഡി ബിജുവേട്ടൻ സക്സസ് ആയി നിൽക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് അഡ്വൈസ് എന്തായാലും ഉണ്ടാവും. അതെ തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ഇത് ഈ പടത്തിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ടാവില്ലേ? ഉണ്ട്. നമ്മൾ പിന്നെ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ, നമ്മളിപ്പം ഗിവ് ആൻഡ് ടേക്ക് എന്നല്ല, നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കും ഇങ്ങോട്ടേക്ക് ആ ഒരു ഇത് നമ്മൾ ആദ്യം മുതലേ ഉണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുള്ളതുണ്ട്. നമ്മൾ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഉള്ള ആ ഒരു ബന്ധം ഇപ്പോൾ ആ സിനിമക്കായാലുണ്ട്. നമ്മൾ അവിടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ എല്ലാ കാര്യത്തിലും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ഒരുപാട് സംസാരിച്ച് പടം പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ദൈവം സഹായിക്കട്ടെ. ഒരുപാട് വലിയ അറിയപ്പെടുന്ന ഡയറക്ടറായി ഒരുപാട് അവാർഡെല്ലാം മാരിക്കൂട്ടാൻ വേണ്ടിയിട്ട്
പിന്നെ സഹായിക്കാൻ വേണ്ടി ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കാം. പിന്നെ നമ്മളെ പോലെയുള്ള പുതുമുഖങ്ങൾക്ക് ഒരുപാട് അവസരം കൊടുക്കാൻ കഴിയട്ടെ. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മൾ കൂടെയുള്ളവരെയും കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടത്. നമ്മളെ സിനിമ പിന്നെ ഉടനെ തന്നെ റിലീസ് ചെയ്യും. അപ്പോൾ എല്ലാവരും പോയി കാണണം. എല്ലാ ഇപ്പോഴും നമ്മൾ പറയുന്ന കേട്ട ഇത് വെച്ചിട്ട് പോയി കാണണം. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. കൂടെ ഇതുവരെ തന്ന സപ്പോർട്ട് തുടർന്നും ഉണ്ടാവുക. പിന്നെ ഇദ്ദേഹത്തെ ഒരു വലിയ ഡയറക്ടർ ആക്കാൻ വേണ്ടിട്ട് നിങ്ങള് എല്ലാവരും അതില് അറിയപ്പെടുന്നില്ല എന്നാ പറഞ്ഞത്. ഇനി അറിയിച്ചു കൊടുക്കണം കേട്ടോ. അറിയപ്പെടുന്നില്ല എന്നുള്ളത് ഇവരെ തെറ്റിദ്ധാരണയാണ്. നമ്മളെ കൂപമണ്ടുക എന്ന് പറയുന്ന പോലെ ഇവരെ വിചാരം ഇവരെ ആർക്കും അറിയില്ല, പക്ഷെ എല്ലാവർക്കും അറിയാം. അല്ല അങ്ങനെയല്ല, നമ്മള് അറിയപ്പെടുന്നില്ല. നമുക്ക് നമ്മളിപ്പോ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നാളാന്ന് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണ്ടേ, അതില്ല അത്. പക്ഷേ ബിജുവേട്ടന്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും നിങ്ങളെ അറിയാം. എന്നാലും അനക്ക ഒരു ചടപ്പ് ചമ്മൽ പോലെയാണ്. അത് എല്ലാം ശരിയാവും, എല്ലാം ശരിയാവും. ഒരു കാര്യം മറന്നുപോയി, ഒരുപാട് താങ്ക്സ് കേട്ടാ. നമ്മൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് തരാം, ഒരു മടിയും കൂടാണ്ട് വേഗത്തിൽ. അങ്ങനെയാണ് വേണ്ടത്, കാരണം നമ്മളൊരു ചെറിയ ചാനലാണ്. അപ്പം നമ്മളെ ചെറിയൊരാളായാലും വലിയൊരാളായാലും അല്ല, നമ്മൾ ചെറുതായിട്ടാണല്ലോ വലുതാകുന്നത്. അതെ. അപ്പോൾ നമ്മൾ വലിയ ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ തുടക്കക്കാരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ആരെയായാലും നമ്മൾ തുടക്കക്കാരെ സപ്പോർട്ട് ചെയ്യും. അതെ, ചോദിച്ചപ്പോൾ ഒരു മടിയും കൂടാണ്ട് പെട്ടെന്ന് ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അല്ല, നിങ്ങൾ പറഞ്ഞത് തന്നെ ഞാൻ ചോദിച്ചെങ്ങനെയാണ്, ചേട്ടാ എന്നെ എടുത്ത് കാണണ്ടേന്ന് ചോദിച്ചു. നേരെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ കൊണ്ടെന്തെങ്കിലും യൂസ് ആകുമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വരാം. പിന്നെ നിങ്ങൾ ആ രണ്ടാമത്തെ കാര്യം കൂടി പറഞ്ഞപ്പോൾ ആണ് ഞാൻ പറഞ്ഞത്, ഇനിയൊന്നും നോക്കണ്ട, നാളെ തന്നെ വരുന്നെങ്കിലും വന്നോ നമുക്ക് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നതാണ്, എല്ലാവർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ആർക്കെങ്കിലും പുറമേ ഉള്ള ഒരാൾക്ക് എന്തെങ്കിലും ഉപകാരം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ വലിയൊരു കാര്യമല്ലേ, വലിയ കാര്യം. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു താങ്ക്സ് തിരിച്ചിട്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചങ്ങായിമാരെ. ഈ വീഡിയോ എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിജേട്ടൻ്റെ ചാനലും നിജേട്ടനെ സപ്പോർട്ട് ചെയ്യുക. അത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നിജേട്ടനെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞ പോലെ തന്നെ, അല്ല അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് പറയുന്നില്ല, വലിയൊരു യൂട്യൂബറായിട്ട് ഒരുപാട് ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ. ഇനിയിപ്പോൾ ഞാനീ പറഞ്ഞ കണക്ക് ഒരു സിനിമ ഇനിയും ചെയ്യുന്നതാണെങ്കിൽ ഇതേപോലെ തന്നെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്യാൻ നിങ്ങളെന്തായാലും തരണം. അപ്പോൾ താങ്ക്സ്. ഒരുമിച്ചിട്ട് വളരാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. അതിന് ഇവരെ സപ്പോർട്ട് ഉണ്ടാവട്ടെ. അതെ. അപ്പോൾ വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം നിജിയും അക്ഷയ് കാപ്പാട്ടനും.